ഒറ്റ ചോദ്യം ചോദിക്കാനുള്ള ഇന്നലെ 3 മണി വരെ MLA സ്ഥാനം രാജിവെക്കണം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞ നേതാക്കന്മാര് ഇന്നലെ 3 മണി കഴിഞ്ഞപ്പോ നിശബ്ദരായി. ആരെ പേടിച്ചിട്ടാണ്? ആരുടെ ഫോൺ കോള് വന്നിട്ടാണ്? ഇതിനൊക്കെ ഉത്തരം പറയേണ്ട കടമ അവർക്കില്ലേ? എന്തുകൊണ്ടാണ് MLA സ്ഥാനം രാജിവെക്കണം എന്നുള്ള വാക്ക് ഇവര് പിൻവലിച്ചത്? ഇതിപ്പോ എന്താ 6 മാസത്തേക്ക് ഒരു സസ്പെൻഷൻ വലിയ കാര്യം എന്നാണ് ഇവരുടെയൊക്കെ വിചാരം. നമുക്കറിയാം 6 മാസം കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോണേന്ന്. ഇത് ഇവർ കുറച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരു അന്വേഷണ കമ്മീഷൻ കൂടി വെക്കും. കാരണം A ഗ്രൂപ്പിന് ഏറ്റവും കൂടുതൽ ബലമുള്ളതാണ് കോൺഗ്രസ് ഇപ്പോൾ. അപ്പൊ അതിന്റെ വരുന്ന റിപ്പോർട്ട് എന്തായിരിക്കുന്നത് നമുക്കറിയാം. ആ റിപ്പോർട്ടുകൾ, പല റിപ്പോർട്ടുകളും ഇന്നും KPCCയുടെ ഓഫീസിലും നമ്മുടെ വേസ്റ്റ് ബോക്സിലുമായിട്ട് കിടക്കുന്നുണ്ടാവും. കാരണം ഞാൻ തന്നെ എന്റെ തോൽവിനെ പറ്റി കൊടുത്ത പരാതി, എനിക്ക് പരാതി കിട്ടിയിട്ടില്ല എന്ന് KPC പ്രസിഡന്റ് പറയുന്ന കേട്ടപ്പോ, കാരണം കൊടുത്ത ഞാൻ പറയണത്, കിട്ടിയ ആള് പറഞ്ഞത് പരാതി കിട്ടിയിട്ടില്ല എന്ന്. അപ്പൊ ഇതും അത്രയേ ഉള്ളൂ. പരാതിയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്, അത് പലരുടെ കയ്യിലും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പൊതുപ്രവർത്തകരായിട്ടുള്ള ആൾക്കാര് കള്ളത്ര അധികം പറയാതിരിക്കുകയാണ് നല്ലത്. എനിക്ക് ശ്രീ VD സതീശനോടൊന്ന് ചോദിക്കാനുള്ളത്, അദ്ദേഹത്തിനോട് കുറച്ചു കാലം മുമ്പ് ഈ പെൺകുട്ടി ഒരു പരാതി പറഞ്ഞു എന്ന് അദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം അച്ഛൻ എന്ന നിലയിൽ എന്ത് നടപടി എടുത്തു? അത് നമുക്കും കൂടി അറിയണ്ടേ. ഇത് ലീഗലായിട്ട് പോവാം, അല്ലെങ്കിൽ KPC പ്രസിഡന്റിനോട് പറയാം, അല്ലെങ്കിൽ AICCയിൽ പറയാം. ഇതില് എന്തെങ്കിലും അദ്ദേഹം ചെയ്തിട്ടുണ്ടോ? അദ്ദേഹം നടപടി എടുത്തു എന്ന് പറയുമ്പോൾ നമ്മൾ അതേമാതിരി അങ്ങ് വിഴുങ്ങിക്കൊള്ളണം എന്നാണ് ഇവരൊക്കെ വിചാരം. അപ്പൊ എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞ, നിങ്ങളെല്ലാ മാധ്യമങ്ങളും ജനങ്ങളും എല്ലാവരും പറഞ്ഞു, ഇതിനെപ്പറ്റി പറഞ്ഞു, എല്ലാ ന്യൂസുകളും പുറത്തുവിട്ടു. രാഹുൽ മാങ്കൂട്ടത്തിന് വല്ല അനക്കമുണ്ടാ? അയാൾ അനങ്ങില്ല. കാരണം അയാളുടെ കയ്യിലുള്ള പല സാധനങ്ങളും പുറത്തേക്ക് വന്നാൽ പലരുടെയും തല പോവും. അതുകൊണ്ട് അവര് നോക്കിയപ്പം ജനങ്ങൾക്ക് പ്രശ്നമായാലും എന്തായാലും പ്രശ്നമില്ല, ഞങ്ങളുടെ തടി രക്ഷിക്കണം എന്നുള്ള ഒരു മാത്രമേ ഇതിലുള്ളൂ. ഇതിൽ ഒരു വിശ്വാസ്യതയും ആർക്കുമില്ല. ഇദ്ദേഹം MLA ആയിട്ട് തുടർന്നാൽ, MLA ആയിട്ട് തുടരാണ്ടിരിക്കുക, കാരണം കോൺഗ്രസ് പാർട്ടിയാണ്, എന്ത് വേണമെങ്കിലും അവർ ചെയ്യും. അങ്ങനെ തുടർന്നാൽ ഏത് സ്ത്രീക്ക് മാന്യമായിട്ട് ഇനി അവിടെ കയറി ചെല്ലാൻ പറ്റും? ഒരു MLA ഓഫീസിൽ സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് പോകേണ്ടി വരും. ഒരു ആളടച്ചെന്ന് സംസാരിച്ചാൽ വേറെ രീതിയിൽ ഇദ്ദേഹത്തെ പറ്റി പറയും, ആ സ്ത്രീനെ പറ്റി പറയും, ആ സ്ത്രീയുടെ കുടുംബക്കാർ വരെ പറയും. അപ്പൊ ഒരു സ്ത്രീയും എനിക്ക് തോന്നുന്നില്ല, ഇനി പ്രത്യേകിച്ച് പാലക്കാടത്തെ അവര് വളരെ ഒതുങ്ങി വളരെ മാന്യമായിട്ട് ജീവിക്കുന്ന ഒരു സമൂഹമാണ് പാലക്കാടത്ത്. അപ്പൊ അങ്ങനെയുള്ള അവര് ഇനി എങ്ങനെ ഇദ്ദേഹത്തിനെ കാണാൻ പോകുന്നവരാണ്?